ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിക്സ്ത് സ്റ്റാൻഡേർഡിലെ ആനുവൽ എക്സാം ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ലെറ്റ്സ് ചെക്ക് ഔട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആസ് യൂഷ്വലി നമ്മുടെ എല്ലാ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഫസ്റ്റ് കൊടുക്കുന്ന ആക്ടിവിറ്റി നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ പാസേജ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ഓക്കെ, റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. Ravi lived in a small village near the hills. Every morning he walked to the school with his best friend Arjun. One rainy day, while they were walking, they saw a baby bird lying on the ground. It had fallen from its nest. Ravi gently picked up the bird and placed it in a dry box. After school, the boys took the bird to a vet. The vet said the bird was fine but needed rest. For the next few days, Ravi and Arjun took care of the bird. When it was strong enough to fly, they released it near the tree it had fallen from. The bird flapped its wings and flew away happily. അപ്പോൾ ഈ പാസേജിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രവി എന്ന് പറയുന്ന ഒരു കുട്ടി അവനെ ഹിൽസിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു അവൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ ഡെയിലി അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള അർജുൻ്റെ കൂടെ ആയിരുന്നു അവൻ സ്കൂളിലേക്ക് നടന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു നല്ല റെയിനി ഡേയിൽ അവർ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നിലത്തൊരു കുഞ്ഞു പക്ഷി കിടക്കുന്നത് കണ്ടു. അപ്പോൾ അവരെന്ത് ചെയ്തു, ആ പക്ഷി അതിൻ്റെ കൂടിന്ന് താഴേക്ക് വീണതാവെന്ന് കരുതി അതിനെ എടുത്തു. അങ്ങനെ ആ പക്ഷിനെ അവരൊരു വരണ്ട ബോക്സിൽ, ഡ്രൈ ആയിട്ടുള്ളൊരു ബോക്സിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കൂൾ കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു, അവർ ആ ഒരു പക്ഷിയെ ഒരു വെറ്റിനറി ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പക്ഷിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അതിന് കുറച്ച് ദിവസം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ രവിയും അതുപോലെ തന്നെ അർജുനും കുറച്ച് ദിവസങ്ങൾ ആ ഒരു പക്ഷിയെ നല്ലോണം ശുശ്രൂഷിച്ചു. പിന്നീട് പക്ഷി വീണ്ടും ഇങ്ങനെ വളരെ ശക്തിയോട് കൂടി പറക്കാൻ തുടങ്ങി. അപ്പോൾ അവർ അതിനെന്ത് ചെയ്തു, ആ വീണ മരത്തിൻ്റെ അടുത്തേക്ക് തന്നെ അതിനെ കൊണ്ടുവച്ചു. അങ്ങനെ പക്ഷി വളരെ ഹാപ്പി ആയിട്ട് അതിൻ്റെ ചിറക് വീശി അത് പറന്നുപോയി. ഇതാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ഇനി നമുക്കിതിന് താഴെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വേർ ഡിഡ് രവി ലിവ്? രവി എവിടെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്? ഇൻ എ സ്മോൾ വില്ലേജ് നിയർ ദ ഹിൽസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് രവി ആൻഡ് അർജുൻ ഫൈൻഡ് ഓൺ ദ റെയിനി ഡേ? റെയിനി ഡേയിൽ രവിയും അർജുനും എന്തായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? എ ബേബി ബേർഡ്. Then third question, what did Ravi use to keep the bird safe? അതായത് എവിടെയായിരുന്നു അവർ ആ ബേർഡിനെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്? എ ഡ്രൈ ബോക്സ്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദേ ടേക്ക് ദി ബേർഡ് ആഫ്റ്റർ സ്കൂൾ? അതായത് സ്കൂൾ വിട്ട് കഴിഞ്ഞതിന് ശേഷം അവർ ആ ബേർഡിനെ എവിടേക്കാണ് എടുത്തത്? ടു എ വെറ്റ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് എ വേർഡ് ഫ്രം ദി പാസേജ് ദാറ്റ് മീൻസ് സെറ്റ് ഫ്രീ. അതായത് പാസേജിൽ നിന്ന് സെറ്റ് ഫ്രീ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ബി, റിലീസ്ഡ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി ആയിട്ടുള്ള റീഡിംഗ് കോംപ്രിഹെൻഷനിൽ വരുന്ന ആൻസേഴ്സ്. നെക്സ്റ്റ് ആക്ടിവിറ്റി കോൺവെർസേഷൻ ആണ്. ആക്ടിവിറ്റി 2. Aisha is very excited after planning a study tour to Lakshadweep. She shares her excitement with her cousin Rashid, who lives in Kerala. They talk about the islands, the sea, food and occupation of the islanders. Complete the conversation. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ആയിഷ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം അവരുടെ സ്റ്റഡി ടൂർ പ്ലാൻ ചെയ്തിട്ടുള്ളത് ലക്ഷദ്വീപിലേക്കാണ്. അപ്പോൾ അവളുടെ കസിനായിട്ടുള്ള റാഷിദ് അവർ കേരളത്തിലാണ് ലിവ് ചെയ്യുന്നത്. അവളുടെ ഓരോ കാര്യങ്ങൾ അവനോട് എക്സൈറ്റ്മെൻറ്റ് അവർ ഷെയർ ചെയ്യുകയാണ്, അവളുടെ ഓരോ എക്സ്പീരിയൻസും കാര്യങ്ങളും. ദ ടോക്ക് അബൌട്ട് ദി ഐലൻഡ്സ്, അവർ ഐലൻഡിനെ കുറിച്ചിട്ടും അവിടുത്തെ സീ, ഫുഡ്, അതുപോലെ ഒക്കുപേഷൻ, അവിടെയുള്ള ആളുകളുടെ ജോബ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ അവർ സംസാരിക്കുകയാണ്. അതിൽ ഫസ്റ്റ് ആയിഷ പറയുന്നുണ്ട്, ഹായ് റാഷിദ്, വി ആർ ഗോയിങ് ഓൺ എ സ്റ്റഡി ടൂർ സൂൺ. അപ്പോൾ റാഷിദ് പറയുന്നുണ്ട്, ദാറ്റ്സ് ഗ്രേറ്റ്, വെർ ആർ യു ഗോയിങ്? നീ എവിടേക്കാണ് പോകുന്നത്? ആയിഷ, വി ആർ ഗോയിങ് ടു ലക്ഷദ്വീപ്, ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. നെക്സ്റ്റ് റാഷിദ് പറയുന്നുണ്ട്, ലക്ഷദ്വീപ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഐലൻഡ്സ് ആൻഡ് ബ്ലൂ സീ. ആയിഷ, യെസ്, അവർ ടീച്ചർ സെഡ് വി വിൽ ലേൺ അബൌട്ട് ദ സീ, ഫുഡ് ആൻഡ് ദ ജോബ് ഓഫ് ദി ഐലൻഡ് പീപ്പിൾ. റാഷിദ്, മോസ്റ്റ് പീപ്പിൾ ദർ വർക്ക് ഇൻ ഫിഷിംഗ് ആൻഡ് കോക്കനട്ട് ഫാമിംഗ്. ദെൻ ആയിഷ, ദാറ്റ് സൗണ്ട്സ് വെരി ഇൻട്രസ്റ്റിംഗ്, ഐ കാൺട്ട് വെയിറ്റ് ടു വിസിറ്റ് ദർ. ഇനി നെക്സ്റ്റ് ബി ഓപ്ഷനിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. The poem The Boat shows the deep love and sacrifice of a family during a flood. A sick mother, pregnant daughter, and her son are waiting for a rescue boat that has space for only one person. Instead of saving themselves, each one wants the other to be rescued. അപ്പോൾ നമ്മുടെ ഒരു ബോട്ട് എന്ന ഒരു പോയത്തിൽ ആ ഒരു വെള്ളപ്പൊക്ക സമയത്ത് ആ ഒരു ഫാമിലിൻ്റെ ഒരു ഡീപ്പായിട്ടുള്ള അവരുടെ സ്നേഹവും അതുപോലെ അവരുടെ സാക്രിഫൈസും നമുക്ക് അതിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഒരു സിക്ക് മദർ, അതായത് ഒരു രോഗിയായിട്ടുള്ള അമ്മയും പ്രഗ്നന്റ് ഡോക്ടർ ആൻഡ് ഹർ സൺ, ഇവരൊക്കെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് ബോട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ബോട്ടിൽ ഒരാൾക്കുള്ള സ്പേസേ ഉള്ളായിരുന്നു. ആ ഒരു ടൈമിൽ ഓരോരുത്തർക്കും രക്ഷപ്പെടണം എന്നല്ലായിരുന്നു ചിന്ത. അതായത് മറ്റുള്ളവർ രക്ഷപ്പെടണം എന്നാണ് അവർക്ക് ആഗ്രഹിക്കുന്നത്. അപ്പോൾ രക്ഷപ്പെട്ട ശേഷം ദ സൺ ആഫ്റ്റർ ദി റെസ്ക്യൂ ഈസ് ചാറ്റിംഗ് വിത്ത് ഹിസ് ഫ്രണ്ട് അർജുൻ, who lives in a safe town, about what happened during the flood and how his family showed selfless love.
അപ്പോൾ രക്ഷപ്പെട്ട ശേഷം മകൻ എന്താണ് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കഴിയുന്ന തൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അർജുൻ എന്ന് പറയും. അപ്പോൾ അവിടെ വെള്ളപ്പൊക്ക സമയത്ത് സംഭവിച്ചതും അതുപോലെ തൻ്റെ കുടുംബം കാണിച്ച ഒരു സ്വാർത്ഥതയില്ലാത്ത ഒരു സ്നേഹവും അതിനെക്കുറിച്ചൊക്കെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. സോ വി വാണ്ട് ടു റൈറ്റ് ദി കോൺവെർസേഷൻ അബൌട്ട് ദാറ്റ്. അതിനെക്കുറിച്ചിട്ടുള്ളൊരു കോൺവെർസേഷനാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. സോ ഫസ്റ്റ് അർജുൻ പറയുന്നുണ്ട്, ഹേയ് ഐ ഹിയർഡ് അബൌട്ട് ദി ഫ്ലഡ് ഇൻ യുവർ ഏരിയ, ആർ യു സേഫ് നൗ? ഞാൻ നിൻ്റെ അവിടെ നിൻ്റെ ഏരിയയിൽ ഫ്ലഡ് ഉള്ളത് കേട്ടല്ലോ, അതിനെക്കുറിച്ച് കേട്ടല്ലോ, നീ അവിടെ സേഫ് ആണോ എന്ന് അർജുൻ ചോദിക്കുന്നു. സോ സണ്ണ് പറയുന്നു, യെസ് അർജുൻ വി ആർ സേഫ് നൗ ബട്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടൈം ഫോർ എസ്. പക്ഷേ ആ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ടൈമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ സേഫാണ് എന്ന് പറയുന്നു. നെക്സ്റ്റ് അർജുൻ, വാട്ട് ഹാപ്പൻ ഡ്യൂറിങ് ദി ഫ്ലഡ്, എന്ത് പറ്റിയിരുന്നു ആ ഫ്ലഡ് ഉണ്ടായിരുന്ന സമയത്ത് എന്ന് ചോദിക്കുമ്പോൾ, സൺ എ റെസ്ക്യൂ ബോട്ട് കെയിം ബട്ട് ഇറ്റ് ഹാഡ് സ്പേസ് ഫോർ ഓൺലി വൺ പേഴ്സൺ. അതായത് ആ ഒരു ടൈമിൽ ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനത്തിൻ്റെ ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ ഒരാൾക്കുള്ള സ്പേസേ ആ ഒരു ബോട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് അർജുൻ പറഞ്ഞു, ദാറ്റ് മസ്റ്റ് ഹാവ് ബീൻ വെരി ഹാർഡ്, ഹൂ വെൻറ്റ് ഇൻ ദി ബോട്ട്. ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരിതായിരുന്നു, കാരണം ആരാണ് ബോട്ടിലേക്ക് കയറുക എന്നുള്ളൊരു ഇതായിരുന്നു. സൺ ഈച്ച് ഓഫ് us വാണ്ടഡ് ദി അതർ പേഴ്സൺ ടു ബി സേവ്ഡ് ഫസ്റ്റ്. അതായത് എല്ലാവർക്കും എന്തായിരുന്നു, മറ്റുള്ളവർ രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നു. അർജുൻ, യുവർ ഫാമിലി ഷോഡ് ട്രൂ ലവ് ആൻഡ് സാക്രിഫൈസ്. സൺ, യെസ് വി കെയർഡ് മോർ അബൌട്ട് ഈച്ച് അതർ ദാൻ അവർ സെൽഫ്. അപ്പോൾ അർജുൻ പറയുന്നു, നിൻ്റെ ഫാമിലി ശരിക്കുള്ള ഒരു സ്നേഹവും അവരുടെ ത്യാഗവും കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവൻ്റെ മകന്, അപ്പോൾ നമ്മുടെ സണ്ണ് പറയുന്നതാണ്, അതെ വി കെയർഡ് മോർ അബൌട്ട് ഈച്ച് അതർ ദാൻ അവർ സെൽഫ്. അതായത് ഞങ്ങൾ സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെയാണ് കൂടുതലും ഞങ്ങൾ കെയർ ചെയ്യൽ എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 എഡിറ്റിംഗ് ആണ് വരുന്നത്. റീഡ് ദി പാസേജ് ആൻഡ് എഡിറ്റ് ഇറ്റ്. ടു ദ ഏജ് ഓഫ് 7 ഉഷ വാസ് വർക്ക് വിത്ത് ഹെർ മദർ ആസ് എ മാനുവൽ സ്കാവഞ്ചർ. That was the age when many children of the village was at school. Usha was married off as a child bride when she was only 8 years old. സോ ഇതിൽ അണ്ടർലൈൻ ചെയ്ത വേർഡ്സുകളാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് അവിടെ 2 എന്നുണ്ട്, അത് നമുക്ക് എഡിറ്റ് ചെയ്യണം. സോ അവിടെ ഏജ്, ടു ദ ഏജ് എന്നുള്ളടത്ത് അറ്റ് ദി ഏജ് ഓഫ് 7 എന്നാണ് വരിക. നെക്സ്റ്റ് അറ്റ് ദി ഏജ് ഓഫ് 7 ഉഷ എന്നുള്ളത് അതിൽ യു എന്താണ് ക്യാപിറ്റലാക്കി എഴുതണം, കാരണം ഒരു പേര് എഴുതുമ്പോൾ ഉഷ വാസ് വർക്കിംഗ് വിത്ത് ഹെർ മദർ, അമ്മയുടെ കൂടെ വർക്ക് ചെയ്യണം. അപ്പോൾ വർക്കിംഗ് വിത്ത് ഹെർ മദർ ആസ് എ മാനുവൽ സ്കാവഞ്ചർ. ദാറ്റ് വാസ് ദി ഏജ് വെൻ മെനി ചിൽഡ്രൻ ഓഫ് ദി വില്ലേജ്, അത് കുറേ കുട്ടികളുണ്ട്, മെനി ചിൽഡ്രൻ ഓഫ് ദി വില്ലേജ് വേർ അറ്റ് സ്കൂൾ. ഉഷ വാസ് മാരീഡ് ഓഫ് ആസ്, അവിടെ ആൻ വരില്ല കാരണം വവൽസിൽ നമ്മൾ ആൻ ചേർക്കുള്ളൂ. അപ്പോൾ ഇവിടെ എ ചൈൽഡ് ബ്രൈഡ് വെൻ ഷി വാസ് ഓൺലി 10 years old. സോ അതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പാസേജ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ പ്ലീസ് ലുക്ക് അറ്റ് ദി പാസേജ്. സോ നെക്സ്റ്റ് 4th ആക്ടിവിറ്റി വരുന്നത് ഇൻവിറ്റേഷൻ കാർഡാണ്. യുവർ ഫാമിലി സെലിബ്രേറ്റിംഗ് ദ 17th ബർത്ത്ഡേ ഓഫ് യുവർ ഗ്രാൻഡ് ഫാദർ. പ്രിപ്പയർ ആൻ ഇൻവിറ്റേഷൻ കാർഡ് ടു ഇൻവൈറ്റ് യുവർ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് റിലേറ്റീവ്സ്. ദ ഫോളോയിങ് ഹിൻസ് വിൽ ഹെൽപ്പ് യു. അപ്പോൾ നിങ്ങളുടെ ഫാമിലി എന്താണ്, നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ 17th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ കാർഡാണ് ഇവിടെ ചെയ്യുന്നത്. സോ അവിടെ ഹിൻസ് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ്, ടൈം, അതുപോലെ ഇവൻറ്റ്, വെന്യൂ, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് വേണം നമ്മൾ ഇൻവിറ്റേഷൻ കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ. സോ നമുക്ക് ഈ ഒരു ഇൻവിറ്റേഷൻ കാർഡ് നോക്കാം. യു ആർ കോർഡിയലി ഇൻവൈറ്റഡ് ടു ദി 17th ബർത്ത്ഡേ ഓഫ് അവർ ബിലൗഡ് ഗ്രാൻഡ് ഫാദർ. അതായത് നിങ്ങളെല്ലാവരും എന്താണ് 17th ബർത്ത്ഡേ, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ 17th ബർത്ത്ഡേ സെലിബ്രേഷനിൽ ഇൻവൈറ്റ് ചെയ്യുകയാണ് എന്നുള്ള ഒരു സെൻറ്റൻസ് നമ്മൾ കൊടുക്കുക. നെക്സ്റ്റ് ഡേറ്റ് കൊടുക്കുക, എന്നാണോ ഇത് വെക്കുന്നത്, അതുപോലെ ടൈം, എവിടെ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടത്തുന്നത്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവിടെ എഴുതുക. നെക്സ്റ്റ് പ്ലീസ് ജോയിൻ us വിത്ത് യുവർ ഫാമിലി ടു സെലിബ്രേറ്റ് ദിസ് ഹാപ്പി ഒക്കേഷൻ ആൻഡ് മേക്ക് ഇറ്റ് മെമ്മറബിൾ ഫ്രം ഫാമിലി മെമ്പേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇതുപോലെ വേണം നമ്മൾ നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡ് പ്രിപ്പയർ ചെയ്യാൻ. നമ്മൾ ഡേറ്റ്, ടൈം, വെന്യൂ അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ഇൻവിറ്റേഷൻ കാർഡിൽ നമ്മുടെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ സ്റ്റോറി ദ വൈ ഗേൾ മൊയ്ന ഗ്രോസ് അപ്പ് ടു ബിക്കം എ ടീച്ചർ അറ്റ് ദി സമിതി and inspire children to ask questions and learn. The Samiti is organizing a program to appreciate Moina's contribution to education and to encourage children to learn and ask questions. So prepare invitation card. So ഇവിടെ നമ്മുടെ ഹിൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈ ഗേൾ എന്ന ഒരു സ്റ്റോറിയിൽ മൊയ്ന ആ ഒരു സമിതിയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവൾ വളർന്ന് കുട്ടികളോട് എന്താണ് ചോദ്യം ചോദിക്കാനും അതുപോലെ പഠിക്കാനൊക്കെ അവർ കുട്ടികളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൊയ്നയുടെ ആ ഒരു വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള ആ ഒരു സംഭാവനയെ അഭിനന്ദിക്കാൻ നമ്മുടെ സമിതി ഒരു പരിപാടി അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിനായിട്ട് നമ്മളോട് ഒരു ഇൻവിറ്റേഷൻ കാർഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. സോ നമുക്കിതിൻ്റെ ഇൻവിറ്റേഷൻ കാർഡ് നോക്കാം.
The Samdi quarterly invites you to the appreciation program for Moina. This program is organized to honor Moina for her valuable contribution to education and for inspiring children to ask questions and learn. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു മൊയിന എന്താണ് അവളുടെ ആ ഒരു വാല്യുബിൾ കോൺട്രിബ്യൂഷൻ അവളുടെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവന്നതും അതുപോലെ കുട്ടികൾ എന്താണ് അവൾ പ്രചോദിപ്പിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും എപ്പോഴും. പിന്നെ അതുപോലെ ഇതിൽ ടൈം വെന്യൂ അതുപോലെ ഡേറ്റ് ഒക്കെ നമ്മൾ കൊടുക്കുക. ലാസ്റ്റ് യുവർ പ്രസൻസ് വിൽ മേക്ക് ദി പ്രോഗ്രാം മോർ മീനിങ് ദെൻ ഓർഗനൈസ്ഡ് ബൈ സമിതി കമ്മിറ്റി. അപ്പോൾ ഇത് ഈ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ആരാണോ ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ ഓർഗനൈസ് ചെയ്യുന്നവരുടെ പേര് ലാസ്റ്റ് ബോക്സിൻ്റെ അടിയിലായിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി വരുന്നത് ഡിസ്ക്രിപ്ഷനാണ്. യു ആർ എൻറ്ററിങ് ആൻഡ് എക്സൈറ്റിംഗ് ഓൾ അബൌട്ട് മൈ സ്കൂൾ റൈറ്റിംഗ് കോൺടെസ്റ്റ്. റൈറ്റ് എ ക്രിയേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് യുവർ സ്കൂൾ യൂസിങ് ദി ഫോളോയിങ് ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് ഇവിടെ പറയുന്നത്. സോ അതിൽ ഹിൻസ് കൊടുത്തിട്ടുണ്ട്. നെയിം ഓഫ് യുവർ സ്കൂൾ, ലൊക്കേഷൻ, class in which you are studying, mode of travel to school, your teachers, your classmates and schoolmates. അതായത് സ്കൂളിൻ്റെ പേര് എഴുതുക, അതുപോലെ അത് എവിടെയാണ് വരുന്നത്, നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് സ്കൂളിലേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യാറ്, അതുപോലെ ടീച്ചേഴ്സിനെ കുറിച്ചിട്ട് ക്ലാസ്മേറ്റ്, സ്കൂൾ മേറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിലുള്ള ഫെസിലിറ്റീസ്, ക്ലാസ് റൂംസ്, പ്ലേ ഗ്രൗണ്ട്, ഗാർഡൻ, ടോയ്ലറ്റ്സ്, ഡ്രിങ്കിങ് വാട്ടർ, സയൻസ് ലാബ്, ലൈബ്രറി എക്സെട്ര, അതുപോലെ ക്ലബ് ആക്ടിവിറ്റീസ്, അതുപോലെ വാരിയസ് സെലിബ്രേഷൻ, അതുപോലെ നിങ്ങളുടെ ഫീലിങ്സ്, സ്കൂളിനെ കുറിച്ചിട്ടുള്ള ഫീലിങ്സ് ഒക്കെ ഉൾക്കൊണ്ടിച്ചിട്ട് വേണം നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ. സോ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ അതിൻ്റെ ഹെഡിങ് ആയിട്ട് മൈ സ്കൂൾ എന്ന് എഴുതുക. അതിനുശേഷം മൈ സ്കൂൾ നെയിം ഈസ് ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ ഏരിയ സറൗണ്ടഡ് ബൈ ട്രീസ് ആൻഡ് ഗ്രീനറി. ഐ എം സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 6th in this school. Every day I go to school by school bus. My teachers are very kind, caring and helpful. They teach us many interesting subjects and always encourage us to study well. I have many classmates and schoolmates. They are friendly and helpful. We study together, play together and help each other in our lessons. My school has many facilities such as clean classrooms, a large playground, a beautiful garden, toilets, drinking water, a science laboratory and a library with many books. Our school also conducts many club activities, sports competition, cultural programs and celebration such as Independence Day, Children's Day and Annual Day. I feel very happy and proud to study in my school because it helps me learn many new things and become a better person. So ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്കൂളിനെ കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് ആക്ടിവിറ്റി. സോ ലാസ്റ്റ് ആക്ടിവിറ്റി ആണ് ഡയറി വരുന്നത്. Aisha suggested Lakshadweep as the destination for the study tour. The class accepted the idea and the teacher announced that they would be visiting Lakshadweep soon. Aisha felt very excited and happy. Write the diary entry of Aisha on that day. സോ ഇവിടെ പറയുന്നത് ആയിഷ എന്താണ് നമുക്ക് ലക്ഷദ്വീപിലേക്ക് സ്റ്റഡി ടൂർ പോവാം എന്ന് സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് ക്ലാസ്സും അതുപോലെ തന്നെ അവരുടെ ടീച്ചേഴ്സൊക്കെ അവരുടെ ആ ഒരു ഐഡിയ അക്സെപ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ അവർ വൈകാതെ ലക്ഷദ്വീപിലേക്ക് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ആയിഷ ഭയങ്കര എക്സൈറ്റഡും അതുപോലെ ഭയങ്കര സന്തോഷത്തിലാണ്. സോ അവൾ ഒരു ഡയറി എഴുതുന്നുണ്ട്. അവൾ ആ ഒരു ദിവസത്തെക്കുറിച്ചുള്ളൊരു ഡയറി എഴുതാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഡയറി എഴുതാമെന്ന്. സോ ഫസ്റ്റ് നമ്മൾ ഡയറി എഴുതുമ്പോൾ അതിൽ ഡേറ്റ് അതുപോലെ ഡേ നിർബന്ധമായിട്ട് എഴുതണം. അതിനുശേഷം ഡിയർ ഡയറി, ടുഡേ വാസ് എ വെരി എക്സൈറ്റിംഗ് ആൻഡ് ഹാപ്പി ഡേ ഫോർ മീ. ഡ്യൂറിങ് അവർ ക്ലാസ് ഡിസ്കഷൻ അബൌട്ട് ദ സ്റ്റഡി ടൂർ ഐ സജസ്റ്റഡ് ലക്ഷദ്വീപ് ആസ് ദ ഡെസ്റ്റിനേഷൻ. മൈ ക്ലാസ്മേറ്റ്സ് ലൈക്കഡ് മൈ ഐഡിയ വെരി മച്ച്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് എഴുതണം, ആ ഒരു ദിവസം നമുക്ക് എങ്ങനെയായിരുന്നോ, അതായത് ഹാപ്പി ആണോ അതോ സാഡ് ആണോ അതോ ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്, അങ്ങനെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അങ്ങനത്തെ ഒരു സെൻറ്റൻസിൽ വേണം നമ്മുടെ ഡയറി സ്റ്റാർട്ട് ചെയ്യാനും. സോ അപ്പോൾ അവൾ എഴുതിയിട്ടുള്ളത് ഇന്ന് ഞാൻ എന്താണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഡിസ്കഷനിലിടയിൽ സ്റ്റഡി ടൂറിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ലക്ഷദ്വീപ് എന്ന ഡെസ്റ്റിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ മൈ ക്ലാസ്മേറ്റ്സ് ലൈക്കഡ് മൈ ഐഡിയ വെരി മച്ച്. Later, our teacher announced that our class would be going to Lakshadweep for the study tour. I felt very proud and excited when I heard the news. അപ്പോൾ അങ്ങനെ ടീച്ചർക്കും എന്താണ് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ലക്ഷദ്വീപിലേക്ക് പോകാം എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി അത് ഈ ഒരു ന്യൂസ് കേട്ട സമയത്ത്. ലക്ഷദ്വീപ് ഈസ് എ ഫേമസ് ഫോർ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഐലൻഡ്സ്, ബ്ലൂ സീ ആൻഡ് സാൻഡി ബീച്ചസ്. ഐ എം വെരി ഈഗർ ടു സീ ദി ഐലൻഡ്സ് ആൻഡ് ലേൺ അബൌട്ട് ദി ലൈഫ് ഓഫ് ദി പീപ്പിൾ ലിവിങ് ദർ. അപ്പോൾ എനിക്ക് എന്താണ് അവിടെയുള്ള ഐലൻഡിനെ കുറിച്ചൊക്കെ അറിയാൻ ഭയങ്കര ഭയങ്കര ക്യൂരിയോസിറ്റി, അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ ജീവിക്കുന്ന അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ അറിയാൻ ഭയങ്കര ആകാംക്ഷയായി. ഐ കനോട്ട് വെയിറ്റ് ഫോർ ദി ട്രിപ്പ്. ടുഡേ ഈസ് വൺ ഓഫ് ദി ഹാപ്പിയസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. അപ്പോൾ എനിക്ക് എൻ്റെ ട്രിപ്പിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ വയ്യ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന് എന്നും അവളെ ലാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനം നമ്മുടെ നെയിമും എഴുതണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഡയറി എഴുതേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദി വാച്ചിങ്.